ദൃശ്യത്തെ നെഞ്ചേറ്റിയ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് നടൻ മോഹൻലാലും സംവിധായകൻ ജിത്തു ജോസഫും എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ പങ്കെടുക്കുകയായിരുന്നു ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരും. നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന ദൃശ്യത്തിന്റെ വിശേഷങ്ങളാണ് താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കുവച്ചത്. ന്യൂ ജനറേഷന്റെ കാലത്തെ പഴഞ്ചൻ കഥയാണ് ദൃശ്യത്തിൻ്റെതെന്ന് ആക്ഷേപിച്ചവരോട് മോഹൻലാലിന് പറയാനുള്ളത് ഇതായിരുന്നു. പഴയത് പുതിയതെന്നല്ല, നമുക്ക് അത്തരം എപ്പോഴും ഒരു ആക്ടർക്ക് ഒരു ഭാഗ്യമാണ് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക, നല്ല കൊളീഗ്സിനെ കിട്ടുക, അല്ലേ? പിന്നെ എല്ലാം നന്നാകുക എന്നുള്ളതാണ് സിനിമയ്ക്ക്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ ക്യാമറ, പാട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ എല്ലാം കൂടെ നന്നാകുക എന്ന് പറയുന്നത് വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ചിത്രം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വാദം ശരിയല്ലെന്നും ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ദൃശ്യം പറയുന്നതെന്നും സംവിധായകൻ ജിത്തു ജോസഫ് വിശദീകരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലേക്കുള്ള മടങ്ങിവരവ് അവിസ്മരണീയമാക്കാൻ കഴിഞ്ഞതിൽ മീന സന്തോഷമറിയിച്ചു. തന്റെ കഥാപാത്രത്തെ തനിമയോടെ അവതരിപ്പിക്കാൻ സഹായിച്ചവരോട് മീന നന്ദി പറഞ്ഞു. ജോർജ് കുട്ടിയെ ജീവിതത്തിൽ പകർത്താൻ യുവതലമുറ ശ്രമിക്കില്ലേ എന്ന ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു. ഇത് ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ പോലീസുകാർ നല്ല ഇടി കൊടുത്തിട്ട് അപ്പം തന്നെ ഇറ്റ് ഇസ് വെരി സിമ്പിൾ. ഞാൻ സ്പടിയ എന്നുള്ള സിനിമയിൽ മുണ്ടഴിച്ച് പോലീസുകാരൻ്റെ തലയിട്ട് അടിക്കും. ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഷേപ്പ് മാറ്റത്തില്ലേ? ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിദ്ദീഖ്, കലാഭവൻ ഷാജോൺ, ആശാ ശരത്ത്, അൻസിബ, എസ്തർ എന്നിവരും മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.